അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ അവിടെ കുന്തിരിക്കം കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റ് സാധനങ്ങളൊക്കെ വന്ന് അപ്പോൾ ഈ കുന്തിരിക്കം കൊണ്ടുവന്ന് പുകയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുന്തിരിക്കം പുകച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ഡോക്ടർ ഇറങ്ങി വന്നു നല്ലൊരു മണമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതെന്തുവാ എന്നൊക്കെ ചോദിച്ചു. അപ്പം മറ്റേ അവർ പറഞ്ഞു ഇവിടെ ഒരു വീടിനെ നമുക്കൊരു ഇത് നടത്തണം, അതിനുവേണ്ടി ഉള്ളൊരു പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നപ്പോൾ ഇയാൾ ഞങ്ങളുടെ കൂടെ കൂടി. ഈ ഡോക്ടർ ഞങ്ങളുടെ കൂടെ കൂടി കുറേ നേരം അവിടെ കസേരയിലിരുന്ന് ഞങ്ങളോട് സംസാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ഞങ്ങളോട് ഒരു കഥ പറഞ്ഞു. ആ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കഥയാണ്. ആ കഥ പുള്ളി പീരുമേടിനടുത്ത് ഒരു സ്ഥലത്ത് ഡോക്ടറായിരുന്നപ്പോഴത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പീരുമേട് ബേസ് ചെയ്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായേക്കുന്നത് എന്ന് മനസ്സിലായി. പീരുമേട്ട് കടകൾ വളരെ കൃത്യമായിട്ട് ഞങ്ങളോട് പറയാൻ തുടങ്ങി. അതായത് ഈ ഡോക്ടർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം പീരുമേടിൽ എന്തോ സംഭവിച്ച കഥ. അപ്പം ഞങ്ങൾ പീരുമേട്ടിലെ കഥകൾ കേൾക്കാൻ വേണ്ടി ഈ ഡോക്ടറെ അടുത്തിരുന്നു. കുന്തിരിക്കം കത്തിച്ചിട്ടുണ്ട്, മറ്റ് പല പരിപാടികളും സുഹൃത്ത് ചെയ്യുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തെ നമ്മുടെ മുന്നിൽ കിട്ടി ഈ അദ്ദേഹത്തോട് സംസാരിച്ച് ഈ ബാധയുള്ള ആളോട് സംസാരിച്ച് നമുക്ക് മനസ്സിലാകണം എന്തൊക്കെ കാര്യങ്ങൾ ഇയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം മറ്റൊരാൾക്ക് അറിയത്തില്ല ഇയാൾക്ക് എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇയാളുടെ ഒറിജിനൽ ഡോക്ടർ അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെയുള്ള ആ ഡോക്ടറുടെ ഇയാൾ ഈ പ്രേതം നമ്മളോട് പറയണം എന്തോ ആ കാര്യങ്ങൾ സംഭവിച്ചത്. അങ്ങനെ പീരുമേടെ കഥകൾ പറഞ്ഞു. പീരുമേടിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലി അവിടുത്തെ മൂത്തയാൾ ആ ഫാമിലിയിലെ മൂത്തയാൾ പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. അദ്ദേഹം ഡോക്ടറായി. പക്ഷെങ്കിൽ ഡോക്ടറായി ഒരുപാട് MBBS കഴിഞ്ഞു, എൻജിനീയറിങ് MBBS കഴിഞ്ഞു, വീടൊക്കെ നല്ല രീതിയിൽ പണിത് അവരുടെ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം കല്യാണം കഴിഞ്ഞു. ഭാര്യ എന്തോ കൊടുത്തു ഇദ്ദേഹത്തെ കൊന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്നിട്ട് കൊന്നു കഴിഞ്ഞ് ഭാര്യ വേറെ എവിടെയോ പോയി, വിദേശ രാജ്യത്ത് എവിടെയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഈ പീരുമേട്ടിലുള്ള ഈ ഡോക്ടറാണ് ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതിനിപ്പം ഇങ്ങനെ ഭാര്യ പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയെ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക, നമ്മളെ എന്തോ ചെയ്യാൻ പറ്റും, ഇപ്പം സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ. അപ്പം ഈ പ്രേതബാധയുള്ള ഈ പുള്ളി പറഞ്ഞു അല്ല അവളെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അവളെയൊന്നും ഭൂമിക്ക് മുകളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ആ വ്യക്തിയുടെ ആളാണ് എന്ന് മനസ്സിലായി. അപ്പം വളരെ സൗഹൃദത്തോടെ ഞങ്ങൾ ആ പുള്ളിക്കാരനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങനൊരു കൊലപാതകം അല്ലെങ്കിൽ